നമസ്കാരം, ഞാൻ മധുബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുതിയ വർഷം നമ്മുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു വേളയിൽ നമ്മളുടെ ചിന്തകളും കഴിഞ്ഞ വർഷത്തെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ നമ്മളെല്ലാവരും നടത്താറുണ്ട്. എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിനെ നമുക്കൊന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ 2025 പുതിയ വർഷത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ തയ്യാറാക്കേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളിനെ കുറിച്ചാണ്. ആർ യു റെഡി? ആ ടൂളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, വിഷൻ ബോർഡ് എന്ന് പറയും. അപ്പോൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിന് നമുക്കിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായ ഐഡിയ ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെ അത് നമുക്ക് ലഭിക്കും എന്നുള്ളതിനേക്കാളുപരി എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ അത് നേടുന്നതിലേക്ക് പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ നന്നായി അറിയാവുന്ന, ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ വിഷൻ ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായി നമ്മളിൽ വർക്ക് ചെയ്യും. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ട രീതി വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും എല്ലാവരും, നിങ്ങൾ എത്ര മാനിഫെസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ കൂടി, അല്ല ഒരു പുതിയൊരാളാണെങ്കിൽ കൂടി, ഇത് ഈസി ആയിട്ട് ചെയ്യാനാവുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി സ്പെസിഫിക്. അത് തന്നെയാണ്. നമുക്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ വർഷം നേടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കത് പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആരോഗ്യം, കുടുംബം, സമ്പത്ത്, കരിയർ, യാത്രകൾ, നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള ജേണി, അങ്ങനെ പല കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനെ വേർതിരിക്കാം. ഞാനീ പറഞ്ഞ പോലെ തന്നെ വേണമെന്നില്ല, പലതരത്തിൽ. അതിൽ പക്ഷേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെൽത്തിന് ആദ്യം വളരെ പ്രാധാന്യം കൊടുക്കണം. ഹെൽത്തിന്, ഫാമിലിക്ക്, കരിയറിന് അതൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. സോ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹെൽത്തിന് പരിഗണന കൊടുക്കുന്നതായിരിക്കണം നിങ്ങളുടെ വിഷൻ ബോർഡിലെ ആദ്യ കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ആ ഹെൽത്തി ആയിട്ടുള്ള, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ, നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേണമെന്നില്ല, ഒരു ഹെൽത്തി ഇമേജ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇമേജ് അവിടെ വെക്കാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഇമേജ് അവിടെ വെക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ സെൽഫികളും ഫോട്ടോസൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ തന്നെ പിക്ചേഴ്സൊക്കെ നിറച്ച് വെക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഡയറ്റ്, നിങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുന്ന ഡയറ്റുകൾ, നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആക്ടിവിറ്റികൾ, ഇതിൻ്റെയൊക്കെ ഇമേജുകൾ, എഴുത്തല്ല വേണ്ടത്. കാരണം ഇമേജുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമേജുകൾ കൊണ്ട് നിറക്കാം. അപ്പോൾ ഹെൽത്ത് എന്നുള്ള കോളത്തിൽ കുറേ നിറക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം ഇഷ്യൂസൊക്കെ നേരിട്ടുണ്ടെങ്കിൽ കൂടി എങ്ങനെ ഒരു ലൈഫാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ രീതിയിലുള്ള ചിത്രങ്ങൾ വെക്കുക. യാത്രകൾ ചെയ്യുന്നത്, ഒന്നിച്ച് ചിരിക്കുന്നതുമായിട്ടുള്ള, അതുപോലെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്, ഒന്നിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതും, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ മൊമെൻറ്റുകളൊക്കെ അതിൽ ക്ലിക്ക് ചെയ്തെടുത്ത് വെക്കാം. അതുപോലെ കുട്ടികളെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ഈ വർഷം കുട്ടികളൊക്കെ വേണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ കുട്ടികൾ കൂടി നിങ്ങളുടെ മടിയിൽ കിടക്കുന്നതായിട്ടുള്ള ഇമേജുകളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കരിയർ റിലേറ്റഡ് ആയിട്ടും നിങ്ങൾ എങ്ങനെയുള്ള ഗ്രോത്ത് ആഗ്രഹിക്കുന്നു. സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറേ പണത്തിൻ്റെ ഇമേജുകൾ അവിടെ സൃഷ്ടിച്ച് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മറ്റ് അസറ്റുകളുടെ ചിത്രങ്ങൾ വെക്കാം. സ്വർണത്തിൻ്റെയും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് നിറച്ച് വെക്കാം. നിങ്ങളൊരു പുസ്തകം എഴുതാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെ ആയിരിക്കും, ആ ഒരു പുസ്തകത്തിൻ്റെ പേരടക്കം നിങ്ങൾക്ക് അവിടെ ഒട്ടിച്ചു വെക്കാം. യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ യാത്ര ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസിൻ്റെ ചിത്രങ്ങൾ ഒട്ടിച്ചു വെക്കാം. പലതരത്തിലുള്ള ഇമേജുകൾ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ, നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മുകളിലൊരു വിഷൻ ബോർഡ് 2025 എന്നൊക്കെ എഴുതുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാ ദിവസവും നിങ്ങളിത് കാണുന്നു, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇത് കാണുന്നു. അപ്പോൾ ഒരു ഇമേജുകൾ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഇമേജിലൂടെ നിങ്ങൾക്ക് ആ റിയാലിറ്റിയിലൂടെ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വിഷൻ ബോർഡിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഡിസംബറിന് മുന്നേ തന്നെ എനിക്ക് നേടാൻ പറ്റി എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള കാര്യം. അതുപോലെ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, എനിക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നേടാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമായ രീതിയിലുള്ള ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കി വെച്ചിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ ഇമേജുകൾ എല്ലാ ദിവസവും നോക്കിക്കൊണ്ട് നിങ്ങളുടെ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട്
നേട്ടങ്ങളിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വർഷമാകുമ്പോൾ ഒരു റിവ്യൂ ചെയ്യുക. ഏറ്റവും പ്രധാനം ഈ വർഷം ഇപ്പോൾ ഈ ഡിസംബറിൽ ഇങ്ങനെ ഇപ്പോൾ തീരാൻ വേണ്ടി പോകുന്നത്, അതിന് മുന്നേ നിങ്ങൾ ഈ വിഷൻ ബോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആളാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡ് ഉണ്ടെങ്കിൽ അതിലെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പുതിയ വർഷത്തിൽ നിങ്ങൾ വിഷൻ ബോർഡുകൾ തയ്യാറാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വിഷൻ ബോർഡിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നേടാനും ജീവിതം 2025 പുതിയ വർഷത്തിൽ പുതിയ ഊർജ്ജവും പുതിയ കാര്യങ്ങളും ഉണ്ടാവട്ടെ. അതിനുള്ള വഴികളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാൻ നിങ്ങളുടെ പ്രയത്നവും അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. സോ ഡോണ്ട് മിസ്. ഇന്ന് തന്നെ വളരെ മനോഹരമായിട്ടുള്ള വിഷൻ ബോർഡ് തയ്യാറാക്കാനുള്ള പണിയിലോട്ട് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്തേ.